ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ ഉണ്ടാക്കാം. നെത്തോലി നല്ല കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 പച്ചമുളക് അരിഞ്ഞിടുകയാണ്. 3 പച്ചമുളകും നീളത്തിന് അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പൂടെ ആഡ് ചെയ്ത് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ നെത്തോലിയിൽ ഈ പൊടികളെല്ലാം നല്ല കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നെത്തോലി മീൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ എല്ലാ മീനും അതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ നിരത്തിയിടുന്നുണ്ട്. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നെത്തോലി മീൻ ഫ്രൈ ഇവിടെ തയ്യാറാണ്. ഇവിടെ ഞാൻ നല്ലതുപോലെ 2 സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ സ്നാക്സായി കഴിച്ചോളും. അവർക്ക് നല്ല ഇഷ്ടമാവും. നെത്തോലി മീൻ കറി വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം പൊരിക്കുന്നതാണ് എല്ലാവർക്കും, അല്ലേ? എൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. ഓക്കെ, എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.